ഇന്ന് വന്നിരിക്കുന്നത് കേരളത്തിലെ 12 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസിന്റെ റാങ്കിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ കോളേജസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആണ് ഇവിടെ വരുന്നത്. അതായത് ആവറേജ് സാലറി പാക്കേജ് എന്ന് പറഞ്ഞ് നമ്മുടെ CET വരുന്നത് 5.5 LPA, പിന്നെ ടോപ്പ് 33 LPA വരെ അവിടെ പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ GEC തൃശ്ശൂർ ആണ്. ആവറേജ് സാലറി പാക്കേജ് അവിടെ 4.5 LPA വന്നിട്ടുണ്ട്. പിന്നെ തേർഡ് പറയുകയാണെങ്കിൽ നമുക്കറിയാം TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം. അവിടെ ആവറേജ് സാലറി പാക്കേജ് 5 LPA വരെ പോയിട്ടുണ്ട്. നാലാമത് എന്ന് പറയുമ്പോൾ NSS കോളേജ് പാലക്കാടാണ്. അവിടെ 4.5 LPA വരെയാണ് ആവറേജ് സാലറി പാക്കേജ് പോയിരിക്കുന്നത്. അഞ്ചാമത് കോളേജ് MA കോളേജ് ആണ്. MA കോളേജില് ആവറേജ് സാലറി പാക്കേജ് എന്ന് പറയുന്നത് 4 LPA ആണ് വരുന്നത്. ആറാമത് കോളേജ് GEC കണ്ണൂർ ആണ് വരുന്നത്. അവിടെ 4 LPA ആണ് ആവറേജ് സാലറി പാക്കേജ് പോയിരിക്കുന്നത്. പിന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം, RIT കോട്ടയമാണ്. അവിടെ ആവറേജ് സാലറി പാക്കേജ് വന്നിരിക്കുന്നത് 3.5 LPA ആണ്. എട്ടാമത്തെ കോളേജ് എന്ന് പറയുമ്പോൾ GEC ബാർട്ടൺ ഹിൽ ട്രിവാൻഡ്രം ആണ് വരുന്നത്. ആവറേജ് സാലറി പാക്കേജ് അവിടെ 3.5 LPA വരെ പോയിട്ടുണ്ട്. പിന്നെ ഒൻപതാമത്തെ കോളേജ് GEC കോഴിക്കോടാണ് വരുന്നത്. അവിടെ ആവറേജ് സാലറി പാക്കേജ് 4.5 LPA വരെ പോയിട്ടുണ്ട്. പത്താമത്തെ കോളേജ് എന്ന് പറയുമ്പോൾ GEC ശ്രീകൃഷ്ണപുരം പാലക്കാടാണ് വന്നിരിക്കുന്നത്. 3 to 5 LPA വരെ പോയിട്ടുണ്ട്. 11ാമത്തെ കോളേജ് എന്ന് പറയുമ്പോൾ GEC വയനാടാണ്. ആവറേജ് സാലറി പാക്കേജ് 3 LPA വരെ പോയിട്ടുണ്ട്. 12ാമത്തെ കോളേജ് എന്ന് പറയുമ്പോൾ GEC ഇടുക്കിയാണ് വരുന്നത്. 3 LPA വരെ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കീം എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നായിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോകുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കാരണം നിങ്ങൾ എഴുതാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു എയിം ഉണ്ടായിരിക്കണം. ഏത് കോളേജിൽ വേണം നിങ്ങൾക്ക് അഡ്മിഷൻ. അപ്പൊ നിങ്ങൾ അത് എത്രത്തോളം കീം പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ എക്സാം എഴുതണം. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റിന്റെ കാര്യം, കോളേജ് റാങ്കിങ്ങിന്റെ കാര്യമൊക്കെ ഞാനിപ്പോ പറഞ്ഞു. ഫസ്റ്റ് CET ആണ്. എപ്പോഴും നമ്മുടെ ഡ്രീം CET തന്നെ ആയിരിക്കണം. എങ്കിലേ നമുക്ക് CET അല്ലെങ്കിൽ അതിന് താഴത്തെ ഏതെങ്കിലും നല്ലൊരു കോളേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലൊരു എയിമോട് കൂടി എക്സാം എഴുതാൻ പോകുക. നിങ്ങളുടെ ഒരു ഡ്രീം കോളേജ് തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്.